പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, ഇന്ന് പരിശുദ്ധ കുർബാനയിൽ നമുക്ക് വായിച്ച് ധ്യാനിക്കാനായി തിരുസഭ നൽകിയിരിക്കുന്നത് വിശുദ്ധ ലൂക്കാസ് സുവിശേഷം 7-ാം അധ്യായം 1 മുതൽ 10 വരെ വാക്യങ്ങൾ. ശതാധിപന്റെ ഭൃത്യനെ ഈശോ സുഖപ്പെടുത്തുന്നതാണ് നമ്മൾ ഇന്നത്തെ തിരുവചനത്തിൽ കാണുന്നത്. ഈ തിരുവചന ഭാഗത്തിന് തൊട്ടു മുമ്പ് പറയുന്നത്, നമുക്ക് വിശ്വാസം പാറ പോലെ ഉറപ്പുള്ളതായിരിക്കണം, പാറയിൽ പണിയുന്ന ഭവനം പോലെ പ്രധാനപ്പെട്ടതായി നമ്മുടെ വിശ്വാസ ജീവിതത്തെ കാണണം എന്നുള്ള കാര്യമാണ്. ഈശോയിലുള്ള വിശ്വാസമാകുന്ന പാറമേൽ നമ്മുടെ ആത്മീയ ജീവിതത്തെ എങ്ങനെ ഉറപ്പിക്കണമെന്ന് പറഞ്ഞതിന് ശേഷം ഉടനെ തന്നെ അത് എന്താണെന്നും എങ്ങനെയാണ് ഒരാൾ അത് വ്യക്തമായി തൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയത് എന്നുമാണ് ഈ സുവിശേഷ ഭാഗം വഴി ഈശോ നമുക്കിവിടെ കാണിച്ചു തരുന്നത്. ഈശോയിൽ ദൈവത്തെ തിരിച്ചറിഞ്ഞ ഒരു ശതാധിപനെ നമ്മളിവിടെ കാണുന്നു. അവന്റെ ആ ബോധ്യം അവന്റെ തുടർന്നുള്ള വാക്കുകളിലുണ്ട്. നീ എൻ്റെ വീട്ടിലേക്ക് വരേണ്ട കാര്യമൊന്നുമില്ല, നീ ഒരു വാക്ക് പറഞ്ഞാൽ മതി, നീ അത്രയ്ക്ക് ശക്തനാണെന്ന് എനിക്കറിയാം, എൻ്റെ ആളുകളോട് ഞാൻ ചിലത് ചെയ്യാൻ പറയുമ്പോൾ അവരത് ചെയ്യുന്നു, അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ കാര്യങ്ങൾ നടക്കുന്നു, ചിലരോട് വരാൻ പറഞ്ഞാൽ വരുന്നു, അതുപോലെ നടക്കുന്നു, പോകാൻ പറഞ്ഞാൽ പോകുന്നു, അതുപോലെ കാര്യങ്ങൾ സംഭവിക്കുന്നു. അതുപോലെ നിനക്ക് ഈ ലോകത്തിലുള്ള ഈ ഭൂമിയിലുള്ള സർവ്വ കാര്യങ്ങളുടെയും മേൽ അധികാരമുണ്ട്, നീ അതുകൊണ്ടൊരു കാര്യം പറഞ്ഞാൽ അത് അതുപോലെ നടന്നിരിക്കും, എനിക്ക് ആ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല, നീ പറഞ്ഞാൽ അത് സംഭവിച്ചിരിക്കും, അതുകൊണ്ട് നീ വീട്ടിലേക്ക് വരേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞ് ഈശോയിലുള്ള അസാമാന്യമായ വിശ്വാസം വെളിപ്പെടുത്തുന്ന മനുഷ്യനെ ഇവിടെ കാണുന്നു. ഈശോ പറയുന്നു, ഇതുപോലെ ഉറപ്പുള്ള ഒരു വിശ്വാസം ഞാൻ ഇസ്രായേലിൽ പോലും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ് ഈശോ അവനെ പുകഴ്ത്തുകയും ചെയ്യുന്നു. ഈശോയ്ക്ക് അത് ചെയ്യാൻ പറ്റുമെന്ന് അവന് നന്നായി അറിയാമായിരുന്നു എന്നുള്ള ബോധ്യത്തിന്റെ ഉറപ്പിലാണ് അവൻ അങ്ങനെ സംസാരിക്കുന്നത്. ആ അറിവിനനുസരിച്ചുള്ള അവന്റെ എളിമയും വിനയവുമാണ് തന്റെ ഭൃത്യനു വേണ്ടിയുള്ള അവന്റെ അപേക്ഷ ഈശോ സ്വീകരിക്കാൻ ഇടയാക്കിയത്. അവൻ ഈശോയുടെ അടുത്ത് ഒരു സഹായത്തിന് വന്നപ്പോൾ, ശതാധിപൻ സഹായത്തിന് വന്നപ്പോൾ അവന്റെ ഈശോയെക്കുറിച്ചുള്ള അറിവും ആ അറിവിനനുസരിച്ചുള്ള വിശ്വാസവും എത്രമാത്രമാണെന്ന് ഈശോ കണ്ടു. അതോടൊപ്പം ഈശോ പ്രധാനമായി ശ്രദ്ധിച്ചത് ആ മനുഷ്യന്റെ എളിമയും വിനയവും കൂടിയാണ്. അവൻ വളരെ നല്ല ഹൃദയമുള്ള ഒരു മനുഷ്യനായിരുന്നു. കാരണം അവൻ തൻ്റെ ഒരു ഭൃത്യനു വേണ്ടി പോലും ഒരു സഹജീവി എന്ന രീതിയിൽ പരിഗണിച്ച് തൻ്റെ ഭൃത്യനായിരുന്നിട്ട് പോലും ആ ഭൃത്യനു വേണ്ടി ഈശോയുടെ പക്കൽ സഹായം ചോദിക്കുന്നു. അവന്റെ അറിവും നന്മയും വിനയവും എളിമയും ഒക്കെ അവനെ ഒരു ധനികനാക്കി മാറ്റിയിരിക്കുന്നു. അവന് വലിയ ധനികനായിട്ട് ഈ ഭൂമിയിൽ ജീവിക്കുമ്പോഴും ദൈവത്തിന്റെ ശക്തിയിൽ വിശ്വാസമുണ്ട്, ആത്മീയ കാര്യങ്ങളെക്കുറിച്ച് അവന് താല്പര്യമുണ്ട്. അവനാണെങ്കിൽ സമൂഹത്തിൽ നല്ല മതിപ്പുള്ള ഒരാളായിരുന്നു എന്ന് ശിഷ്യന്മാരുടെ ചുറ്റും നിന്ന ആളുകളുടെ വാക്കുകളിൽ നമുക്ക് മനസ്സിലാകും. കാരണം അവർ പറയുന്നു, നീ അത് ചെയ്തു കൊടുക്കാൻ അവൻ അർഹനാണ്, അവൻ നമ്മുടെ ജനത്തെ സ്നേഹിക്കുന്നത്, നമുക്കൊരു സിനഗോഗ് പണിതു തരികയും ചെയ്തിട്ടുണ്ട്. ദൈവത്തെക്കുറിച്ച് അറിവും ബോധ്യവും ആഴമായ വിശ്വാസവും അതേസമയം ദൈവത്തിന്റെ മുമ്പിൽ വേണ്ട രീതിയിലുള്ള എളിമയും വിനയവും ഒക്കെ കാണിക്കും. ദൈവം ഒരു മനുഷ്യനെ എല്ലാ രീതിയിലും അനുഗ്രഹിക്കും. ഇവിടെ അവൻ ധനികനാണ്, അവൻ സമൂഹത്തിൽ മതിപ്പുള്ളവനാണ്, അവന് മറ്റ് എല്ലാ നന്മകളും നൽകിയിരിക്കുന്നു, ഇപ്പോൾ അവൻ ചോദിക്കുന്ന സൗഖ്യം ഉൾപ്പെടെ നൽകുന്നു. അങ്ങനെ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നവർക്ക് എല്ലാ നന്മകളും ദൈവം കൊടുക്കുന്നു എന്നൊരു കാര്യം കൂടി ഈ ശതാധിപന്റെ ജീവിതത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, ഈ പ്രഭാതത്തിൽ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. ഈ മനുഷ്യനെ പോലെ, ഈ ശതാധിപനെ പോലെ ഞങ്ങളും ചിലപ്പോൾ പല രീതിയിൽ ധനികരാവാം, പല കാര്യങ്ങളിൽ സമ്പന്നരാവാം. പക്ഷെ അത് ഞങ്ങളുടെ കഴിവോ നന്മയോ വ്യക്തിത്വമോ അല്ലെങ്കിൽ ഞങ്ങളുടെ വ്യക്തിപരമായ മേന്മയോ ആണെന്ന് ഭാവിക്കാതെ എല്ലാം ദൈവം തന്നതാണെന്നും ദൈവം വിചാരിച്ചാൽ ഞങ്ങളുടെ ജീവിതത്തിൽ ഇനിയും നന്മകൾ തരാൻ സാധിക്കുമെന്നുള്ള ആഴമായ വിശ്വാസത്തോടെ എളിമയോടുകൂടി വിനയത്തോടുകൂടി അങ്ങയുടെ സന്നിധിയിൽ വരാനും അങ്ങയോട് ജീവിതം കൊണ്ട് എപ്പോഴും ചേർന്ന് നിൽക്കുവാനും ഞങ്ങളെയും അനുഗ്രഹിക്കണമേ. അപ്പോൾ ഈ മനുഷ്യനെ പോലെ ഞങ്ങളും അധികമായി നിന്നിൽ നിന്ന് നന്മകളും സൗഖ്യവും അനുഗ്രഹവും സ്വീകരിക്കും. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.